ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജി സുധാകരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. ഒരു ബൂർഷ കമ്മ്യൂണിസം അംഗീകരിക്കാൻ വയ്യാതെ ഒരു ബൂർഷ കമ്മ്യൂണിസ്റ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകൾ വെളിയിലേക്ക് പോകുന്നതിൻ്റെ, അവരുടെ കെട്ട് പൊട്ടിച്ച് വെളിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു വളരെ പ്രകടമായ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജി സുധാകരൻ്റെ കാര്യം. ഈ CPM-നകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയം എന്ന് പറയുന്നത് BJP പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മണ്ണൊരുക്കും എന്നതിൻ്റെ ഒരു അപകടമാണ്. നമ്മളത് കാണാതിരുന്നൂടാൻ തോന്നുന്നു. ശ്രീ രാജു പി നായർ, ഇനി ഒരു ചോദ്യമുള്ളത് UDF-ന്റെ പിന്തുണയിലായിരിക്കുമോ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നത് എന്നാണ്. പാർട്ടിയിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ പറഞ്ഞു. ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് പ്രധാനപ്പെട്ട ആക്ഷേപവും പരാതിയുമൊക്കെ ജി സുധാകരനുള്ളത്. ഇതിനൊരു പാൻ കേരള ഇഫക്റ്റ് ഉണ്ടാകും എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ജി സുധാകരൻ്റെ ഈ തീരുമാനത്തിന് ഒരു പാൻ കേരള ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ജി സുധാകരന് UDF-ന്റെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമോ? എന്താണ് ജി സുധാകരൻ്റെ തീരുമാനത്തിലൂടെ കോൺഗ്രസിനുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടൽ? സ്വന്തം പാർട്ടിക്കെതിരായിട്ട് ഒരു മുൻ മന്ത്രി, സമുന്നതനായ ഒരു നേതാവ് പാർട്ടിയുടെ അപജയത്തെക്കുറിച്ച് അക്കമിട്ട് പറഞ്ഞതിന് ശേഷം സാധാരണ മനുഷ്യരോട് പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കാൻ പോലും CPM-ന് ആവുന്നില്ല എന്ന് കഴിഞ്ഞാൽ സുധാകരൻ പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് വ്യക്തമായില്ലേ? ഈ പാർട്ടി കുറേ സാമ്പത്തിക താല്പര്യം വെച്ച് പുലർത്തുന്നവരുടെ കയ്യിലാണ് ഈ പാർട്ടി എന്നുള്ളതും, ഈ പാർട്ടിയിൽ ഒരു ജനാധിപത്യം ഇല്ലാതെയായിരിക്കും എന്നുള്ളതും, തങ്ങൾക്കിഷ്ടപ്പെടാത്തവരെ പുലഭ്യം പറഞ്ഞും മരിച്ചുപോയ മാതാപിതാക്കളെ അപമാനിച്ചും വരെ തേജോവധം ചെയ്യുന്ന ഉൾപ്പെടെയുള്ളതിന് CPM-ൻ്റെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ അതിന് മുൻകൈ എടുക്കുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചിട്ട് കേരളത്തിലെ പൊതുജനങ്ങളോട് CPM-ന് പറയാനൊരു മറുപടിയില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം CPM പ്രതിരോധത്തിലാണ് ജി സുധാകരൻ്റെ തീരുമാനത്തോടെ എന്നുള്ളത് വളരെ വ്യക്തമായി മാറി കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജി സുധാകരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന CPM-ൻ്റെ ഈ ഏകശിലാരൂപത്തോടുള്ള അഹങ്കാരത്തിനും അഹംഭാവത്തോടുകൂടി ഏകാധിപത്യത്തോടും കൂടി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി തീവ്ര വലത് കക്ഷിയായിട്ട് മാറിയ CPM-ൻ്റെ നയവ്യതിയാനത്തിൽ നിന്ന് നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനിയും ഈ പാർട്ടിയോടൊപ്പം നിൽക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഈ പാർട്ടിയെ തിരുത്താൻ കഴിയാത്ത അത്ര വലിയ പടുകുഴിയിലേക്ക്, അപജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ഈ പാർട്ടി പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 63 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം ജി സുധാകരൻ ഉപയോഗിക്കുന്നത്. അദ്ദേഹം മത്സരിക്കുന്നു, കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നെല്ലാം നേതൃത്വം തീരുമാനിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. നോക്കൂ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇന്ന് CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. CPM സഹയാത്രികരും എത്ര പേരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ നിലപാട് മാറ്റി? അല്ലെങ്കിൽ ഞാൻ താങ്കൾ ആ ഭാഗം പറയുന്നതിന് മുൻപ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, ഞാൻ ചോദിച്ച ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഇതിനൊരു പാൻ കേരള ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ഇതിൽ കോൺഗ്രസിനുള്ള രാഷ്ട്രീയ കണക്ക് കൂട്ടൽ എന്താണ്? അതൊന്ന് താങ്കൾ പറഞ്ഞിട്ട് താങ്കൾ ഈ ഭാഗം വിശദീകരിച്ചോളൂ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീ ജി സുധാകരൻ ഇന്ന് ഉയർത്തിവിട്ടത് പല ഘട്ടങ്ങളിൽ പല CPM-ന്റെ നേതാക്കന്മാർ ഉയർത്തിവിട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് ശ്രീ സച്ചിദാനന്ദൻ പറഞ്ഞത് ഈ പാർട്ടി അപജയത്തിലാണ്, ഇനി ഈ പാർട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പാർട്ടി തന്നെ ഇല്ലാതെയായി പോകും എന്ന് പറയുന്ന അവസ്ഥയുണ്ടായത് എന്തിനാ? എന്തുകൊണ്ടാണ് B ഹസ്കർ മറിച്ചൊരു നിലപാടെടുത്തത്? എന്തുകൊണ്ടാണ് മറ്റ് CC മുകുന്ദൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള എത്രയോ CPM-ന്റെ നേതാക്കന്മാരും CPI-യുടെ നേതാക്കന്മാരും ഇന്ന് ആ ഇടതുപക്ഷത്തിൽ നിന്ന് മാറുന്നത്? കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്നും ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നു കേരളത്തിൻ്റെ. കോൺഗ്രസും CPM-ഉം തമ്മിലുള്ളപ്പോഴെല്ലാം കോൺഗ്രസും CPM തമ്മിലുണ്ടായിരുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള വിയോജിപ്പുകളായിരുന്നു. അത് നമ്മളൊക്കെ ഘാട്ട് കരാറിനെ സംബന്ധിച്ചും ASEAN കരാറിനെ കുറിച്ചൊക്കെ നമ്മൾ തമ്മിൽ പരസ്പരം പോരടിച്ചിട്ടുണ്ട്, പരസ്പരം മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട്, കവലകളിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയം, അത് CPI അല്ല, ഇടത് രാഷ്ട്രീയമാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ സെൻറ്റർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലെ സെൻറ്റർ എന്ന് പറയുന്നത് ഇന്ന് മാറിയിരിക്കുന്നു, ലെഫ്റ്റ് എന്ന് പറയുന്നത് മാറിയിരിക്കുന്നു. ഇന്ന് ഇടതുപക്ഷം കോൺഗ്രസ് ആണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന CPM ഇന്ന് തീവ്ര വലതുപക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയത ഉപയോഗിച്ചും കുത്തകവൽക്കരണം ഉപയോഗിച്ചും കൺസൾട്ടൻസി ഉപയോഗിച്ചുകൊണ്ടും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും വർഗീയതയും ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിനകത്ത് നിൽക്കാൻ കഴിയില്ല. ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ന് CPM-നോടൊപ്പം നിൽക്കാൻ കഴിയാത്ത ആൾക്കാരുടെ മുന്നിൽ പോകുന്നവരും
ഇനി വരാനുള്ളവരുടെയും നേതാവായി ജി സുധാകരൻ മാറുന്നു എന്നുള്ളതാണ് പാൻ കേരള എഫക്റ്റ്. ഈ ഇത്രയും നാളും ഇനി ഇത് ഇടതുപക്ഷമല്ല, ഈ വർഗീയ പാർട്ടിയോടൊപ്പം ഈ കുത്തകളുടെയും കൺസൾട്ടൻസികളുടെയും ഭരണത്തോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷ ചിന്തകരാണ് എന്ന് ചിന്തിക്കുന്നവർക്ക്, ഇതുവരെ വന്നവരും ഇനി വരാനിരിക്കുന്നവർക്കും നേതൃത്വം കൊടുക്കാൻ പോകുന്ന ആളാണ് ജി സുധാകരൻ. അത് ആ നേതൃത്വം ഒരു കാര്യം ശ്രീ രാജു പി നായർ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രസക്തമായ 2 കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചോ? ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കില്ല, ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുമില്ല, വിശ്വസിച്ച് വന്നത് ഇടതുപക്ഷ ആശയങ്ങളെയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വിമർശനങ്ങളുള്ളത് ജില്ലാ നേതൃത്വത്തിനോടും അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത രീതിയോടുമാണ്. അല്ലാതെ പാർട്ടിയെ ആക്രമിക്കാനോ പാർട്ടിക്കെതിരെ പറയാനോ ഇനി ഞാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അധിക്ഷേപിക്കാൻ ഞാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പാർട്ടി പാരമ്പര്യം, പാർട്ടി പ്രവർത്തനത്തിലെ അദ്ദേഹത്തിൻ്റെ കൈപ്പേറിയതും അല്ലാത്തതുമായ അനുഭവങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗം പറഞ്ഞു. പിന്നെ രണ്ടാമത്, പിണറായി വിജയനെക്കുറിച്ച് നല്ല വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം വീണ്ടും പിണറായി മുഖ്യമന്ത്രിയായി വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ്. അതായത് വ്യക്തതയോടുകൂടി കോൺഗ്രസിനൊക്കെ ഈ താങ്കൾ കരുതുന്ന പോലെ ഇടതു മുന്നണിയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട്, CPM പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ജി സുധാകരൻ ഉണ്ടായി എന്ന് കോൺഗ്രസിന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിന് അവതരിപ്പിക്കാൻ പാകത്തിൽ ഒരാളായി ജി സുധാകരൻ മാറിയിട്ടുണ്ടോ? ഇപ്പോൾ പിണറായിയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനോ അനുഭാവത്തിനോ ഒന്നും അദ്ദേഹത്തിന് ഒരു കുറവുമില്ല, പാർട്ടിയെ ആക്രമിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനുണ്ടായ ചില വ്യക്തിപരമായ വിഷമങ്ങളും വിഷമതകളും ഒക്കെയാണ് അദ്ദേഹം ഇന്ന് പങ്കുവച്ചത്. ശ്രീ ഗോപികൃഷ്ണൻ, അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന, നല്ല രാഷ്ട്രീയം പ്രയോഗിക്കാൻ കഴിയുന്ന ആളാണ്. നാളെ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്ന ആൾ ആ പാർട്ടിയെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രതിജ്ഞ എടുത്തിറങ്ങുകയാണ് എന്ന് പറയുന്ന അബദ്ധം അദ്ദേഹം കാണിക്കില്ല. സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പോവാണ്. അദ്ദേഹത്തിന് കിട്ടേണ്ട യഥാർത്ഥ വോട്ട് ബേസ് ഇന്ന് CPM വോട്ട് ബേസുമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ പാർട്ടിയെ എല്ലാം മറ്റേ മോഹൻലാലും ശ്രീനിവാസനും കൂടി തലയിൽ കൈവച്ച് പ്രാഗിയതുപോലെ പ്രാഗിയിട്ട് ഇറങ്ങിപ്പോരുക എന്നുള്ള രാഷ്ട്രീയമായ ഒരു മണ്ടത്തരം അദ്ദേഹം കാണിക്കില്ല. അദ്ദേഹം വളരെ ചാതുര്യത്തോടു കൂടി വളരെയധികം കാൽക്കുലേറ്റഡായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരാളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ജില്ലാ നേതൃത്വത്തോട് മാത്രം ഉള്ള എതിർപ്പാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിബലാവേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന രീതിയിൽ ജില്ലയിൽ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ലല്ലോ ഇതുകൊണ്ട് CPM പ്രതിരോധത്തിലാവുന്നത്. മുഴുവൻ കേരളത്തിലും CPM പ്രതിരോധത്തിലാകുമ്പോഴല്ലേ ജി സുധാകരൻ്റെ പേരിൽ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്തും ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു നല്ല വടിയല്ലേ ജി സുധാകരൻ എന്നുള്ളത്. 2. മൂന്നാമത്തെ കാര്യം, കേന്ദ്ര കമ്മിറ്റി അംഗം വരെ വീട്ടിലെത്തിയല്ലോ. ജില്ലാ നേതൃത്വമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗം വരെ വന്ന് ഒരു സമവായത്തിന് ശ്രമിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ വ്യക്തമായിട്ട് CPM ബാധിച്ചിരിക്കുന്ന അപജയം അത് ജില്ലാ നേതൃത്വം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ അല്ലെങ്കിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിമർശിക്കുന്നു എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു രാഷ്ട്രീയമായ പക്വത ആ വിമർശനത്തിലും കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവും MA ബേബിയും പിണറായി വിജയൻ ഉൾപ്പെടെ ചെന്നിരുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ അദ്ദേഹം സറണ്ടർ ആവണ്ടേ? അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും മാർഗത്തിൽ നോക്കിയാൽ മതിയല്ലോ. അതൊന്നും അല്ലാതെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അളന്നു കുറിച്ചുള്ള രാഷ്ട്രീയം തന്നെയാണെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇന്ന് ഈ ചർച്ച നടത്തുമ്പോൾ BJP-യിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രതിനിധി വന്നാൽ പോരാ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ തന്നെ ഇന്ന് അതിഥിയായി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിന് പ്രധാനമായ ഒരു കാരണം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 2024 ഡിസംബർ മാസത്തിലാണ്. താങ്കൾ ജി സുധാകരനെയും ഭാര്യയും അവരുടെ വീട്ടിൽ ചെന്ന് കാണുകയും അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചവരാണെന്നും അവർക്ക് താൻ BJP-യുടെ ഷോൾ അണിയിച്ചു എന്നുമൊക്കെ പറഞ്ഞ ഒരു കാര്യം വലിയ വിവാദമാവുകയും വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലമുണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് ഓർക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ജി സുധാകരൻ പാർട്ടി വിട്ടിരിക്കുന്നു. സ്വതന്ത്രനായ അദ്ദേഹം അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കാൻ പോകുന്നത് UDF-ൻ്റേതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJP പ്രതിനിധി എന്ന നിലയിൽ, മനസ്സുകൊണ്ട് BJP-യായി മാറിയവരാണ് ജി സുധാകരനും ഭാര്യയും എന്ന് അന്ന് പറഞ്ഞ വ്യക്തി എന്ന നിലയിൽ ഇതിനെ എങ്ങനെയാണ് ഈ തീരുമാനങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളം ബംഗാളാവുന്നതിൻ്റെ വളരെ പ്രകടമായ ലക്ഷണങ്ങൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കെട്ട് പൊട്ടിക്കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി വീട്ടിൽ പോയി പറഞ്ഞിട്ടും ജി സുധാകരനെ പോലെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഏറെ ബഹുമാനവും ആദരവും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി
SFIയുടെ സ്ഥാപക നേതാവ്. SFI പ്രവർത്തകനായതിൻ്റെ പേരിൽ അനുജൻ ഭുവനേശ്വർ 1977 ഡിസംബർ 5-ാം തീയതി കൊല്ലപ്പെട്ട ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംരക്ഷിക്കാനോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചു നിർത്താനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അപജയത്തിൻ്റെ ആഴം എത്ര ദീർഘമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് CPM എന്ന് പറയുന്ന കൊള്ളപ്പലിശ എല്ലാ അർത്ഥതലങ്ങളിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, എന്ന് പറഞ്ഞാൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ബൂർഷാ കമ്മ്യൂണിസം അംഗീകരിക്കാൻ വയ്യാതെ ഒരു ബൂർഷാ കമ്മ്യൂണിസ്റ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകൾ വെളിയിലേക്ക് പോകുന്നതിൻ്റെ, അവരുടെ കെട്ട് പൊട്ടിച്ച് വെളിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു വളരെ പ്രകടമായ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജി സുധാകരൻ്റെ കാര്യം. ഞാൻ ജി സുധാകരനെ കണ്ടു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഏകാത്മമാനവ ദർശനം എന്ന പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ പുസ്തകം BJPയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ പ്രമാണമാണ്. ആ പുസ്തകം അദ്ദേഹത്തിന് കൈമാറാൻ അദ്ദേഹവുമായി സംസാരിച്ച് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. എനിക്ക് അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ സൗഹൃദപരമായിട്ട് അദ്ദേഹം എന്നെ കാണാൻ തയ്യാറായി. ഞാനും അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഗോപനും ഒന്നിച്ചാണ് ഞങ്ങൾ പോയത്. ഗോപകുമാർ, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പോയത്. അന്ന് ഞാൻ പോകുന്ന സമയത്ത് ഇന്നത്തെ പ്രസിഡന്റ് ശ്രീ സന്ദീപ് വചസ്പതി അടക്കമുള്ള ആളുകൾക്കതറിയാം. ഞാൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ചെല്ലണം എന്ന് പറഞ്ഞ് സമയം ഫിക്സ് ചെയ്ത സമയത്ത് അല്പം വൈകിപ്പോയി എനിക്ക് എത്താനായിട്ട്. കാരണം ഒരു യോഗം കഴിഞ്ഞിട്ട് വേണം ഞാൻ പോകാൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അങ്ങനെയൊന്നും മര്യാദകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ കാണിക്കാറില്ല. പ്രത്യേകിച്ച് ഞാനൊരു ചെറുപ്പവും അദ്ദേഹം എന്താ പറയുക CPMൻ്റെ ഉത്തുംഗ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു വലിയ തലത്തിൽ നിൽക്കുന്ന വ്യക്തിത്വവുമാണ്. പക്ഷെ ഒന്ന് തിരിച്ചു വിളിച്ചിട്ട് ഇന്ന് വരുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ എന്നെ ആ ഗേറ്റിന് മുന്നിൽ, ഗേറ്റിൽ നിന്ന് കുറച്ച് പിന്നോട്ട് മാറിയിട്ടാണ് ആ വീട്, ആ ഗേറ്റിൻ്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ നിൽക്കുന്നു. ഞാൻ ആ ഗേറ്റിൽ നിന്നാണ് ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. സത്യം ഞാൻ തുറന്നു പറയുകയാണ് 24 ന്യൂസിനോട്, ഗോപികൃഷ്ണ, എനിക്ക് അദ്ദേഹത്തോട് ഏറെ ആദരവും ബഹുമാനവും തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. കാരണം ഒരു സാധാരണ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രം എന്നെ കണ്ടാൽ മതി. ഞാനൊരു MLA ആയിട്ടില്ല, ഞാനൊരു മന്ത്രി ആയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആയിട്ടില്ല. ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്രമാണ്. പക്ഷേ എത്ര ആദരവോടുകൂടി എന്നെ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങൾ ഉള്ളിൽ പോയിരുന്നു, ഏറെ നേരം സംസാരിച്ചു. അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിക്കുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹം BJPക്കാരനായി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മാനസികമായിട്ടാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മതേതരത്വത്തെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ ഒരു ഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച് ഏതാണ്ട് അരമണിക്കൂറിന് മുകളിൽ എന്നോട് സംസാരിച്ചു. അദ്ദേഹം നരേന്ദ്രമോദിയുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇന്ത്യക്ക് ഇന്ന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹം സംസാരിച്ചു. എന്ന് മാത്രമല്ല, ഒരാൾ സംസാരിക്കാനിരിക്കുമ്പോൾ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു അദ്ദേഹം. ഒരാൾ സംസാരിക്കാനിരിക്കുമ്പോൾ എത്ര ബഹുമാനത്തോടെ, എത്ര അറ്റൻഷനോട് കൂടിയിട്ടാണ് മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഞങ്ങളെ കണ്ടത് എന്നതിനൊരു ഉദാഹരണം പറഞ്ഞു അദ്ദേഹം. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ എല്ലാ കാര്യവും എഴുതണം എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ, ഞാൻ പേര് പറയുന്നില്ല, ആ ആൾ എന്നെ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ എത്ര ഉയരത്തിലുള്ള ആളാണ് എന്നുള്ളത് ഗോപികൃഷ്ണൻ ചിന്തിച്ചോളും. ആ ആൾ പറഞ്ഞതനുസരിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് അത് എഴുതിക്കൊണ്ടിരുന്നത്. ഇവർ തമ്മിലുള്ള സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ സംഭാഷണത്തിനുള്ളിൽ നിന്ന് പലതും എഴുതിയെടുത്തു. എഴുന്നേറ്റ് പോകുമ്പോൾ എൻ്റെ പേനയുടെ ക്യാപ്പ് അവിടെ അടിയിൽ വീണ് കിടന്നിരുന്നു. വാസ്തവത്തിൽ ഞാനത് കണ്ടില്ല, ഞാനത് ശ്രദ്ധിച്ചുമില്ല. ക്യാപ്പ് പോയത് പറഞ്ഞില്ല. കാരണം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നതിനപ്പുറത്ത് വളരെ കൃത്യമായി, വളരെ വളരെ ഗോപ്യമായി തന്നെ ഞാൻ എഴുതുകയാണല്ലോ. അതുകൊണ്ട് ഞാനത് താഴെ വീണത് കണ്ടില്ല. പക്ഷെ ഞാൻ എഴുന്നേറ്റ ഉടനെ, ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പേനയുടെ ക്യാപ്പ് നിലത്ത് പോയിരിക്കുന്നു.
വാസ്തവത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എത്ര ശ്രദ്ധാപൂർവം, എത്ര അറ്റൻറ്റീവായിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കണ്ടു. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് മോദിജിയെ വളരെയേറെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയെ വളരെയേറെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും കാലത്തിന് അനുയോജ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഷാൾ അണിയിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു. വളരെ കൃത്യമാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, അതും കൂടി ഞാനിവിടെ സൂചിപ്പിച്ചോട്ടെ. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുറേ സഖാക്കന്മാരായിട്ടുള്ള ആളുകൾ, എനിക്ക് തോന്നുന്നു മാതൃഭൂമിയുടെ നിരീക്ഷകൻ ജയചന്ദ്രനാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇതേ 24 തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരിക്കലും ഞാൻ ഈ സുധാകരനെ കാണാൻ പോയിട്ടേ ഇല്ല, ഗേറ്റിൽ സുധാകരൻ വന്നിട്ടേ ഇല്ല, ഞാൻ സുധാകരനെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ ആയിരുന്നു അന്ന് പല ആളുകളും പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടും ഞാൻ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപജയം സംഭവിച്ചിരിക്കുന്നു, കമ്മ്യൂണിസത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് ഒരു വരിയിൽ തീർക്കാം, ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജിഹാദി ഗ്രൂപ്പിൻ്റെ കൂടെയാണ് എന്ന് വളരെ കൃത്യമായി അന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അന്ന് തന്നെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത് മനസ്സുകൊണ്ട്. കാരണം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ താങ്കളും അല്ലെങ്കിൽ താങ്കൾ പ്രദാനം ചെയ്യുന്ന പാർട്ടിയൊക്കെ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുമോ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ? ഞാൻ ഒരു കാര്യം പറഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യത്തിന് പറയാം. ആദ്യത്തെ ചോദ്യമൊന്ന് തീർന്നോട്ടെ, ഞാനാണല്ലോ പോയത്. അപ്പോൾ അന്നത്തെ ആ ഒരു ടോക്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് അപജയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും, എന്നാൽ അതേ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴയിൽ അതിഗൗരവമായ രീതിയിൽ ജിഹാദി ഗ്രൂപ്പുകൾ അതിൽ കൈയടക്കുന്നു എന്ന ആവലാതിയും വേവലാതിയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാനസികമായി അദ്ദേഹം BJPയുടെ ആശയത്തോട് ആദർശത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. അത് ഞാൻ ഇന്നും അതേ വാക്ക് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത് ആ രീതിയിലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ പിന്തുണ കൊടുക്കുമോ ഇല്ലയോ അത് പാർട്ടിയുടെ ഔപചാരികമായ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. അത് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പറയേണ്ട കാര്യമല്ല. എൻ വി ബാലകൃഷ്ണൻ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചർച്ചയാകാൻ പോകുന്നത്, അതായത് 2 ടേം ഭരിച്ച ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായും ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോഴാണ് സർക്കാർ ഈ വികസന പദ്ധതികളൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന തരത്തിലുള്ള ക്യാച്ച് വേർഡൊക്കെ ആയിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. അവിടെ ജി സുധാകരൻ എന്ന ഫാക്ടർ താങ്കൾ പറഞ്ഞു ഈ സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ചലനമുണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് ജി സുധാകരൻ്റെ പാർട്ടി വിട്ടിട്ടുള്ള വരവെന്നാണ്. ഇപ്പോൾ തന്നെ ആലപ്പുഴ ജില്ല എടുത്തു കഴിഞ്ഞാൽ, ഹരിപ്പാട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളിലും ഇടതു മുന്നണിയുടെ ഒരു സ്വാധീനവും സാന്നിധ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അമ്പലപ്പുഴയിൽ ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ജി സുധാകരൻ ഉണ്ടെങ്കിൽ അത് ഏത് നിലയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തുവരവിലൂടെ സാധ്യമാകാൻ പോകുന്നത്? ഇപ്പോൾ സ്വാഭാവികമായും CPM 18 അടവും ഇക്കാര്യത്തിൽ പയറ്റും. ഇതിനോടകം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ജി സുധാകരനെതിരെ കുറേ കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേതാക്കൾ രംഗത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇതെങ്ങനെ സ്വീകരിക്കുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് 2 പരാമർശങ്ങൾ നടത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, പ്രജി വക്കീൽ ഇന്ന് രാത്രി പോലൊക്കെ കേൾക്കാൻ പോകുന്ന തെറിക്ക് കണക്കുണ്ടാവില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ അത് വരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും അദ്ദേഹത്തിന് ഒരു പക്ഷേ അനുഭവിച്ചറിയേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. ഞങ്ങളിത് അനുഭവിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ്റെ ഒരു പരാമർശം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM എന്ന് പറയുന്നത് ഒരു അങ്ങേയറ്റം അപജയം സംഭവിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നാണ്. അതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. പക്ഷേ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPMന് ഒരു അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 അപജയം സംഭവിച്ച പാർട്ടിയാണ് തൻ്റെ പാർട്ടിയെന്ന് അദ്ദേഹം എന്തുകൊണ്ടോ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. CPMനെ കുറിച്ച് എന്താണോ നമ്മൾ ആരോപിക്കുന്നത് ആ ആരോപണങ്ങളൊക്കെ ഏറ്റവും ശക്തമായിട്ട് പറയാവുന്ന അതായത് എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ BJPയുടെ ഒരു ജൂനിയർ പാർട്ണറായിട്ട് ഇപ്പോൾ CPM മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റും. ആ കോർപ്പറേറ്റിസത്തിനായിരുന്നാലും ശരി, അതുപോലെ തന്നെ വർഗീയതയുടെ വിനിയോഗത്തിലായിരുന്നാലും ശരി, അങ്ങനെ എല്ലാ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് എന്നെ പോലുള്ള ആളുകളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ CPMനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയം എന്ന് പറയുന്നത് BJP പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മണ്ണൊരുക്കും എന്നതിൻ്റെ ഒരു അപകടമാണ്. നമ്മളത് കാണാതിരുന്നൂടാൻ തോന്നുന്നു.
പിന്നെ ഗോപീഷൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, CPM കൂടുതൽ എക്സ്പോസ്ഡ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 100% ശരിയാണെന്ന് CPM തന്നെ അംഗീകരിക്കുന്ന ചിത്രമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-നകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CPM-നകത്തുള്ള ആളുകൾ, അത് G സുധാകരനായിരുന്നാലും ശരി, അതുപോലെ തന്നെ നമ്മുടെ V കുഞ്ഞികൃഷ്ണനായിരുന്നാലും ശരി, അതുപോലെ തന്നെ ഈ കൊഴിഞ്ഞാമ്പാറയിലൊക്കെയുള്ള സഹാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായാലും ശരി, അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ DYFയുടെ ജില്ലാ പ്രസിഡന്റും പാർട്ടി ഏരിയ സെക്രട്ടറിയും ഒക്കെ പറയാണ്, പാർട്ടിക്കകത്ത് ഈ ഒതുക്കൽ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയാണ്. V കുഞ്ഞികൃഷ്ണൻ സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അത്രയും വലിയൊരു രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ട് അതിനൊരു മറുപടിയും CPM-ന് പറയാൻ കഴിഞ്ഞില്ല. അതായത് CPM-ന് അതിന്റെ മൂല്യങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, അതിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണ്. സ്വാഭാവികമായി അത് ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ എന്താണ് അത് സമ്പൂർണ്ണമായി തിരോഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ രാഷ്ട്രീയം ആ രൂപത്തിൽ കെട്ടിജീർണിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം.